ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ടു തുടങ്ങാനുള്ള ഭാഗ്യം അള്ളാഹു മരിക്കുന്ന സമയം വരെ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വേർപെട്ട് ഖബറിൽ വസിക്കുന്ന മുഴുവൻ ഖബറാളികൾക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നലെ നമ്മൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരാകെ ചുരുക്കവും അതുപോലെ തന്നെ ആമുഖവുമാണ് നമ്മൾ കേട്ടത്. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്ത് കേട്ടത് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹയുടെ പ്രാധാന്യം, അതിൻ്റെ ശ്രേഷ്ഠത പറയുകയാണെങ്കിൽ ഒരു ദിവസം മതിയാകുകയില്ല. അത്രമേൽ മഹത്വം ഈ സൂറത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. മക്കയിലാണ് അവതരിച്ചത്, മദീനയിലും അവതരിച്ചിട്ടുണ്ട്. അഥവാ ഈ സൂറത്ത് രണ്ട് തവണ ഈ സൂറത്ത് അവതരിച്ചിട്ടുണ്ട്. മഹാനായ സുഹരി റഹ്മഹുമുല്ലാഹ്, മഹാനായ അത്താബരി യസാർ റഹ്മഹുമുല്ലാഹ്, മുജാഹിദ് റഹ്മഹുമുല്ലാഹ്, ഇത്തരത്തിലുള്ള ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം, അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ രണ്ട് തവണ ഇറങ്ങിയിട്ടുണ്ട്. മക്കയിൽ വെച്ചിട്ടും ഇറങ്ങിയിട്ടുണ്ട്, മദീനയിൽ വെച്ചിട്ടും ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സബഉൽ മസാനി എന്ന്, മടങ്ങി വരുന്ന 7 ആയത്തുകൾ എന്ന് ഈ സൂറത്തിന് പേര് പറയാനുണ്ടായ കാരണം. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്താണ്. സൂറത്തുൽ ഫാത്തിഹ അല്ലാഹുവിനെ സ്തുതിക്കലാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അനേകം പേരുകളുണ്ട്. അതിൽ ഒരു പേരാണ് ഉമ്മുൽ ഖുർആൻ. ഖുർആന്റെ ഉമ്മയാണ്. ഉമ്മുൽ കിതാബ് എന്നുണ്ട്. ഉമ്മുൽ കിതാബ് കിതാബിന്റെ ഉമ്മയാണ്, ഖുർആനിന്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തത് സബഉൽ മസാനി, മറ്റൊരു പേരാണ്. മടക്കി വരുന്ന 7 ആയത്തുകൾ, മടക്കി ഓതപ്പെടുന്നത്. ഖുർആനുൽ അദീം, ഉന്നതമായ ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഖുർആൻ എന്ന് തന്നെ പേര് വെച്ചിട്ടുണ്ട്, ഖുർആനുൽ അദീം. അതുപോലെ തന്നെ സൂറത്ത് ശിഫാ, ശമനത്തിന്റെ സൂറത്ത് എന്ന് ഈ സൂറത്തിന് പേരുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉ മിൻ കുല്ലി സം. സൂറത്തുൽ ഫാത്തിഹ എല്ലാ വിഷങ്ങൾക്കും എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്, ശിഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ചികിത്സ നടത്തിയ അനേകം സംഭവങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. സൂറത്തുൽ ഫാത്തിഹ പതിവാക്കുന്നയാള്, നമസ്കാരത്തിലല്ല, നമസ്കാരത്തിന്റെ വഴിയിൽ പതിവാക്കുന്ന ആളുകൾ, അവർക്ക് ഹമ്മ് പിടിപെടുകയില്ല. പറഞ്ഞാൽ എന്താണ്? ടെൻഷൻ ഉണ്ടാവില്ലെന്നത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രഷർ എന്ന് പറയും, അതുണ്ടാവില്ല. മനസ്സുഖമുണ്ടാകും. അതേപോലെ തന്നെ മറ്റു പല വിധത്തിലുള്ള രോഗങ്ങൾക്കും ശിഫയാണ്. മറ്റൊരു പേരാണ് റുഖിയ്യ എന്നും ഈ സൂറത്തിന് പേരുണ്ട്. അതുപോലെ തന്നെ വാഖിയ, കാഫിയ, ഇങ്ങനെ പല പേരുകൾ ഈ സൂറത്തിന് ഉണ്ട്.
മറ്റൊരു മഹത്വം പറയപ്പെടുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഈദ് ഇബ്നു മുഅ്ല റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിൽ നമസ്കരിക്കുകയാണ്. കുന്തു ഉസല്ലി ഫദഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കരിക്കുകയാണ്. അപ്പൊ നമസ്കരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെന്ന് അർത്ഥം, ജമാഅത്തായിട്ടല്ല. നമസ്കരിക്കുകയാണ്. നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അദ്ദേഹം പറയാണ്, നബി തങ്ങൾ എന്നെ വിളിച്ചു. ഫലം അജ്ബുഹു ഹത്താ സ്വല്ലൈതു, ഞാൻ നമസ്കരിച്ച് തീരുന്നത് വരെ ഞാൻ നബി തങ്ങൾക്ക് മറുപടി കൊടുത്തില്ല. ഞാൻ നിശ്ചയിച്ച നമസ്കാരങ്ങൾ മുഴുവനും തീർത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. ഉടനെ നബി തങ്ങൾ എന്നോട് ചോദിച്ചു, മാ മനഅക അൻ തഅതിയനി, എന്താ അബൂ സഈദേ നീ എൻ്റെ അടുക്കലേക്ക് വരാൻ താമസിച്ചത് എന്താണ്? ഉടനെ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി കുന്തു ഉസല്ലി, ഞാൻ നമസ്കരിക്കുകയായിരുന്നു നബിയെ. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയുണ്ടായി, അലം യഖുൽ, അല്ലാഹു പറഞ്ഞത് കേട്ടിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅഅകും, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ക്ഷണിച്ചാൽ ഉടനെ നിങ്ങൾ ഉത്തരം ചെയ്യണം എന്ന് ഖുർആനിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അഅല്ലിമന്നക അഅ്ലമ സൂറത്തൻ ഫിൽ ഖുർആൻ ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്, ഈ പള്ളിയിൽ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ഉന്നതമായ ഒരു സൂറത്ത് നിനക്ക് ഞാൻ പഠിപ്പിച്ചുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട അതിനൊരു ജിജ്ഞാസ കൊടുക്കുകയാണ്. ആ സഹാബിക്ക് അതിനോടുള്ള ഒരു ജിജ്ഞാസ, അറിയണം അത് ഏത് സൂറത്താണ്, അതെനിക്ക് പഠിക്കണം, അതെനിക്ക് പ്രാവർത്തികമാക്കണം. ഇതാണ് നബി തങ്ങളുടെ അധ്യാപന രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപന രീതിയാണ്. നീ പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിനക്ക് ഞാനൊരു ആഴമായ ഏറ്റവും ഉന്നതമായ ഒരു സൂറത്ത് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഖാല, സഹാബി പറയാണ്, ഫഅഖദ ബിയദി, എന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു. ഫലമ്മാ അറാദ അൻ യഖ്റുജ മിനൽ മസ്ജിദ്, പള്ളിയുടെ വെളിയിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ ഖുൽതു, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്, യാ റസൂലല്ലാഹ് ഇന്നക ഖുൽത ലൗ അഅല്ലിമന്നക അഅ്ലമ സൂറത്തൻ ഫിൽ ഖുർആൻ, അങ്ങ് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നല്ലോ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഉന്നതമായ ഒരു സൂറത്ത് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് നബിയെ അങ്ങ് എന്നോട് പറഞ്ഞിരുന്നല്ലോ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ ഞാൻ പറഞ്ഞിരുന്നു, കേട്ടോളിൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടം വരെ മുഴുവൻ, ആ സൂറത്ത് മുഴുവൻ, സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഹിയ സബഉൽ മതാനി വൽ ഖുർആനിൽ അളീം അല്ലദീ ഊതീതുഹു, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. ഇതേ സംഭവം തന്നെ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേപോലത്തെ സംഭവം. അദ്ദേഹത്തിനുണ്ടായ അനുഭവം ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനും പഠിപ്പിച്ചു കൊടുത്തതായി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവും വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു സംഭവം ഒരുപാടുണ്ട്, ഒരു 10-13 പേജിനകത്താണ് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠത എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം പറയുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ദിവസം ഫുള്ള് വേണം. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, നമുക്ക് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതിന് വേണ്ടി 1-2 ഹദീസുകൾ മാത്രം. അപ്പോൾ അതൊരു ഹദീസ് നമ്മളിപ്പോൾ കേട്ടു. മറ്റൊരു ഹദീസ് മഹാനായ സഈദ് ബിൻ ജുബൈർ അലി അബ്ബാസ്, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം നസായി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ സഹീഹായ ഹദീസാണ്. ഇതിന്റെ കുറച്ചു ഭാഗം നമ്മൾ സൂറത്തുൽ ബഖറയുടെ അവസാനം അഥവാ ആമന റസൂലു അതിന്റെ ഫളായിൽ അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടതാണ്. എന്നെങ്കിൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഞങ്ങൾ ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയാണ്. വഇൻദഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുണ്ട്. നബി തങ്ങളുടെ അടുക്കലുണ്ട്. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തെ ജിബ്രീലിനെ കാണുന്നില്ല. പക്ഷേ ജിബ്രീലിന്റെ സാന്നിധ്യം ഞങ്ങൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടും ഒന്നും മിണ്ടൂല, ആരുടെ ഒന്നും മിണ്ടൂല, കണ്ണുകൊണ്ട് പോലും ആംഗ്യം കാണിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തളം ഉയർത്തിരിക്കും. വലിയ ഭാരം അനുഭവപ്പെടുന്നത് പോലെ തോന്നും. വളരെ ആഗ്രഹത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നും. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കും ഇവിടെ ജിബ്രീലിന്റെ സാന്നിധ്യമുണ്ട് എന്ന്. അതാണ് പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലുണ്ട്. കേൾക്കുന്നുണ്ടോ? അത് ഉറങ്ങാണ്. ഇത് സമിഅ നഖീദൻ ഫൗഖഹു. ഉടനെ കാണാം മുകൾ ഭാഗത്ത്, താഴെയല്ല മുകൾ ഭാഗത്ത് ഒരു വലിയൊരു ശബ്ദം കേൾക്കുന്നു. ഫറഫഅ ജിബ്രീലു ബസറഹു ഇലസ്സമാ. ജിബ്രീൽ തന്റെ കണ്ണിനെ ആകാശത്തിലേക്ക് ഉയർത്തി, ശബ്ദം കേട്ട ഭാഗത്തിലേക്ക് ഉയർത്തി. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഹാദാ ബാബുൻ ഖദ് ഫതഹ മിനസ്സമാ. നബി തങ്ങളോട് പറയുകയാണ്, ദാ ആകാശത്തിൽ നിന്നും ഒരു വാതിൽ പ്രത്യേകമായി തുറന്നിരിക്കുന്നു. ഒരു വാതിൽ ആകാശ ഭാഗത്തുനിന്ന് തുറന്നിരിക്കുന്നു. മാ ഫതഹ ഖത്തു. ഇതേവരെ ആ വാതിൽ, അങ്ങനെ ഒരു വാതിൽ ഇതേവരെ തുറന്നിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഫനസല മിൻഹുൽ മലക്കു. ആ വാതിലിൽ നിന്ന് ഒരു പ്രത്യേകമായ മലക്ക് ദാ താഴേക്ക് വരികയാണ്. ഫഅത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. എന്താ വരുന്നത്? ഒരു സന്തോഷമായിട്ടാണ് വന്നത്, സന്തോഷം പറയാൻ വേണ്ടിയാണ് വന്നത്. വന്നിട്ട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈൻ ഖദ് ഊതീതഹുമാ ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലക്. നബിയെ, ദാ രണ്ട് പ്രകാശം അള്ളാഹു താങ്കൾക്ക് നൽകിയിരിക്കുന്നു. താങ്കൾ സന്തോഷിക്കും. രണ്ട് പ്രകാശം താങ്കൾക്ക് മുമ്പ് ഒരു നബിക്കും ഇതേപോലെ നൽകപ്പെട്ടിട്ടില്ല. മുമ്പ് കഴിഞ്ഞുപോയ ഒരു നബിക്കും ഇത്തരം ഒരു സമ്മാനം, രണ്ട് പ്രകാശം നൽകപ്പെട്ടിട്ടില്ല. ഏതാണ് രണ്ട് പ്രകാശം? ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ സൂറത്താണ്. രണ്ടാമത്തത് വഖവാതിമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആമന റസൂൽ എന്ന ആയത്താണ്. ഇതാണ് രണ്ട് പ്രകാശം. എന്നിട്ട് പറഞ്ഞെന്താണ്? ലം തഖറഉ ഹർഫൻ മിൻഹാ ഇല്ലാ ഊതീതഹു. സൂറത്തുൽ ബഖറയുടെ ഒരു ഹർഫ് ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രകാശം അവനും ലഭിക്കുന്നതാണ്. നമുക്ക് കിട്ടിയ ഭാഗ്യതാണ്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്താൽ ആ നൽകപ്പെട്ട പ്രകാശം, നൂറുണ്ടല്ലോ പ്രകാശം, ആ പ്രകാശം നമുക്കും നൽകപ്പെടുന്നതാണ്. അള്ളാഹു അത് നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടക്കം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇത് തഅവ്വുദ് എന്ന് പറയും. ഖുർആന്റെ ഒരിടത്തുണ്ട്, ഖുർആനിൽ ഒരു ആയത്താണ്, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് വേണം ഖുർആൻ പാരായണം ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോട് ആരിൽ നിന്നാണ്? പിശാചിൽ നിന്ന് കാവൽ തേടണം. അവന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഖുർആൻ പാരായണം ചെയ്യുക. അതാണ് ചില ആളുകൾ ഖുർആൻ ഇങ്ങനെ എടുത്ത് ഓതി തുടങ്ങുമ്പോൾ കാണാം ഫോട്ടോ വരുന്ന കാണാം. വീട്ടിൽ കിടന്ന ഉറക്കം വരത്തില്ല, പള്ളിയിൽ പോയിരുന്ന അപ്പ തൂക്കം വരും, ഇല്ലേ? അത് സത്യമാണ്. ചിലർക്ക് അങ്ങനെയാണ്. ഉതുവെടുത്ത് കയറി രണ്ടാക്കാത്ത സുന്നത്ത് നിസ്കരിച്ചിട്ട് ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി, കണ്ണിൽ നമ്മൾ അറിയാതെ തൂക്കം വരും. ഒരു ടെൻഷനും ഇല്ല, ഒരു ഭയവും ഇല്ല, ഒരു വേദനയും. വെളിയിലാണെങ്കിലോ, കടയിലോ ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലോ ആണെങ്കിലോ ടെൻഷനോടെ. വീട്ടിൽ പോയാൽ പെണ്ണുങ്ങളുടെ ടെൻഷൻ, മക്കളുടെ ടെൻഷൻ, എല്ലാം ടെൻഷൻ. പള്ളി വന്ന ഒരു ടെൻഷനും ഇല്ല. അതാണ് പള്ളി. പള്ളിയിൽ എന്തുകൊണ്ട് ഇറങ്ങുന്നുണ്ട്? സക്കീനത്ത് ഇറങ്ങുന്നുണ്ട്, സമാധാനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പള്ളിക്കാർ. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തൂങ്ങിപ്പോകുന്നത്. എന്നതുപോലെ പിശാചിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് വേണം നമ്മൾ ഖുർആൻ തുടങ്ങാൻ. എപ്പോൾ ഖുർആൻ ഓതി തുടങ്ങിയാലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആട്ടി ഓടിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു, ശരണം തേടുന്നു, നിന്നോട് ഞാൻ കാവൽ തേടുന്നു. ആട്ടി ഓടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഫഇന്നക റജീം എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് പിശാചിനെ പറ്റി. നീ ആട്ടി ഓടിക്കപ്പെട്ടവനാണ്. നീ എവിടെ പോയാലും നിന്നെ ഓടിക്കും. നീ എവിടെ പോയാലും നിന്നെ ഓടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഓടിക്കണം, നമ്മൾ ഓടിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു. വീട്ടിലേക്ക് കയറുമ്പോഴും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴും കിടപ്പറയിലേക്ക് കിടക്കാൻ പോകുമ്പോഴും നമ്മൾ നന്മ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴും അവിടെ നിന്നെല്ലാം പിശാചിനെ ആട്ടി ഓടിക്കുകയാണ്. അപ്പൊ ഖുർആൻ എപ്പോൾ ഓതി തുടങ്ങിയാലും ഇപ്പൊ നമ്മൾ ഒരു സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തിയെന്ന് വെക്കുക. നമ്മൾ നിർത്തി, ഒരാൾ സംസാരിക്കാൻ വന്നു, അപ്പൊ നമ്മളെന്താണ് അടച്ചു വെച്ചിട്ട് അയാളായിട്ട് സംസാരം അല്ലെങ്കിൽ അയാൾ പോയി വീണ്ടും നമ്മളെന്താണ് ബാക്കി ഓതാൻ വേണ്ടി തുടങ്ങുകയാണ്. നേരത്തെ അഴുത് ഓതിയതല്ലയോ, അതുകൊണ്ട് ഇനി ഓതണ്ട, അങ്ങനെയല്ല. പിന്നെ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? അഴുത് ഓതിക്കൊണ്ട് തുടങ്ങണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിക്കൊണ്ട് വീണ്ടും എന്താണ് തുടങ്ങണം. രണ്ടാമത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമധേയത്തിൽ ഈ പരിശുദ്ധമായ ഖുർആൻ, ഈ സൂറത്ത് ഞാൻ പാരായണം ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ്. അബ്ദഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് അതിന്റെ അർത്ഥം. ഇതിനാണ് ബാ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. ബിസ്മി നിങ്ങൾ നോക്കിയാൽ മതി, അതിന്റെ ബാഹു വലിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. ബാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിന്റെ നാമധേയത്തിൽ ഞാൻ ഖുർആൻ ഓതാൻ ആരംഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യവും ബർക്കത്ത് നഷ്ടപ്പെട്ടതാണ്. നമ്മൾ തുണി ഉടുക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ എന്താണ്, ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ, ഒരാൾക്ക് എന്തെങ്കിലും സദക്ക ചെയ്യുമ്പോൾ ബിസ്മില്ല. എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മി കൊണ്ട് തുടങ്ങുക, അതിൽ ബർക്കത്തുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, പിന്നെയുള്ള 3 ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ അല്ലാഹുവിനാണ്. റബ്ബ് എന്ന് വിളിക്കപ്പെടാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. സൃഷ്ടികൾക്ക് അങ്ങനെ ഒരു പേര് വെക്കാൻ പാടില്ല എന്നാണ്. സൃഷ്ടികളെ അങ്ങനെ വിളിക്കാൻ പാടില്ല. റബ്ബ് എന്ന് വിളിക്കാൻ ഒരാളെ വിളിക്കാൻ പാടില്ല. സൃഷ്ടികളിൽ ആരെയും വിളിക്കാനും പാടില്ല. അത് ഗുരുനാഥനായാലും, ഇനി നമ്മുടെ ബോസ് ആയാലും, ഇനി അതുപോലെ തന്നെ നമ്മുടെ പിതാവായാലും, നമ്മുടെ രക്ഷകർത്താവായാലും, ആരാണെങ്കിലും റബ്ബ് എന്ന് പറയപ്പെടുന്നത് അത് അള്ളാഹുവാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് റബ്ബ് എന്ന് പറയപ്പെടുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകത്തിന്റെയും റബ്ബാണ്. സർവ്വലോകത്തിന്റെയും റബ്ബാണ്, പരിപാലകനാണ് അള്ളാഹു. അള്ളാഹ്, നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ്. ഇത് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുമത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹ് മറുപടി കൊടുക്കും. എങ്ങനെ? ഖാലല്ലാഹു ഹമദനി അബ്ദി. കണ്ടോ, വെറുതെ അല്ല അൽഹംദുലില്ലാഹ് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ അല്ലാഹ് അഭിമാനത്തോടു കൂടി പറയുമത്രേ, ഹമദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു മറുപടി പറയുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സ്തുതി ഹംദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2ആയിട്ടാണ് പകുത്തിരിക്കുന്നത്. ഒന്ന് അടിമയ്ക്കും മറ്റൊന്ന് ഉടമയ്ക്കും. ഒന്ന് അടിമയ്ക്കും മറ്റൊന്ന് ഉടമയ്ക്കും. അടിമ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ ഉടമ പറയും ഹമദനി, എന്നെ സ്തുതിച്ചിരിക്കുന്നു, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ മഹത്വമാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാമയനും ആയ അല്ലാഹ്. മാലികി യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, നാളത്തെ മുഴുവൻ അധികാരം. ഖുർആനത്തൊരു ആയത്തുണ്ട്, അല്ലാഹ് ചോദിക്കുന്നുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം. ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. അർശിൽ ഉപവിഷ്ടനായിക്കൊണ്ട് അല്ലാഹു മഹ്ശറയുടെ തിരുമുറ്റത്ത് വെച്ച് മനുഷ്യരോട്, മാനവരോട് ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം. ഇന്ന് അധികാരം ആർക്കാന്ന് ചോദിക്കും. ഇന്നത്തെ അധികാരം ആർക്കാണെന്ന് അല്ലാഹു തആല ചോദിക്കുമത്രേ. ഉടനെ മറുപടി പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഖഹാറായ അല്ലാഹുവിനാണ് ഇന്നത്തെ അധികാരം, മുഴുവൻ അധികാരം, രക്ഷിക്കാൻ, ശിക്ഷിക്കാൻ.
രക്ഷിക്കാൻ, ശിക്ഷിക്കാൻ എല്ലാത്തിനും അധികാരം ഈ അല്ലാഹ് നിനക്കാണ്. മുഴുവൻ അധികാരികൾ അവിടെ ഉണ്ടാകുമല്ലോ. അധികാരം കയ്യിലെത്തിയ, അധികാരത്തിന്റെ ചെങ്കോലെത്തിയ മുഴുവൻ ആളുകളും നാളെ അവിടെ ഉണ്ടാകും. അവരോടാണ് അള്ളാഹിന്റെ ചോദ്യം, മുഴുവൻ മനുഷ്യരോടുമാണ് ചോദ്യം, ആർക്കാണ് ഇന്നത്തെ അധികാരം? അതുകൊണ്ട് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ അഥവാ അന്ത്യദിനത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഇത് മൂന്നും അള്ളാഹുവിനെ സ്തുതിക്കലാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. ശേഷം ഒരു സമർപ്പണം നടത്താൻ പോവുകയാണ്. ഒരു സമർപ്പണം അള്ളാഹുവിന്റെ മുന്നിൽ സമ്മതിച്ചു പറയാൻ പോവുകയാണ്. ആ പറയാൻ പോകുന്നതിന് മുമ്പ് അള്ളാഹുവിനെ വാഴ്ത്തുക, പുകഴ്ത്തുക, അതൊരു അടിമയുടെ, ഒരു മുഅ്മിനിന്റെ കടമയാണ്, കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഈ 3 ആയത്തുകൾ അങ്ങനെ അള്ളാഹുവിന്റെ വാഴ്ത്തലും പുകഴ്ത്തലുമായി കഴിഞ്ഞതിന് ശേഷം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആരാധന അള്ളാഹുവിന് മാത്രം. ഇസ്തിഗാസ, സഹായം തേടൽ അത് അള്ളാഹുവിനോട് മാത്രം. ഈ രണ്ടും സമ്മതിച്ചിട്ടുള്ള ഒരു വലിയൊരു സമർപ്പണം നമ്മൾ അള്ളാഹിന്റെ മുന്നിൽ നടത്തുകയാണ്. അതിന് വിപരീതം വരെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആരാധനയിൽ പെടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമാണ്. അവിടെ മാത്രം എന്നതാണ് പ്രത്യേകത കേട്ടോ. അള്ളാഹുവിനും ചെയ്യുന്നു, വേറെ ചിലർക്കും പോയി ആരാധന ചെയ്യുന്നു പറ്റൂല. അള്ളാഹുവിന്റെ മുന്നിൽ ആരാധന നടത്തുന്നുണ്ട്, ഖബറിന്റെ മുന്നിലും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ ആരാധന നടത്തുന്നുണ്ട്, ഖബറിന്റെ മണ്ടയിൽ പോയി പട്ടു പുതയ്ക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ ആരാധന നടത്തുന്നുണ്ട്, അവിടെ പലതും ശ്മശാനങ്ങളിൽ, ഖബർസ്ഥാനുകളിൽ പോയി വേണ്ടാധീനതകൾ കാണിക്കുന്നുണ്ട്. പറ്റൂല. ഒരേ ഒരു വഴി, അള്ളാഹുവിനെ മാത്രം ഞാൻ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അതുപോലെ തന്നെ വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. വേറെ ആരോടും എന്റെ പാവം പുറത്തു തരണേ, എന്റെ രോഗം ശിഫയാക്കി തരണേ, എന്റെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്തു തരണേ, അതേപോലെ തന്നെ എനിക്ക് മക്കളെ തരണേ, എനിക്ക് ഭാര്യയെ തരണേ, എനിക്ക് നല്ല ജീവിതം തരണേ. അല്ലാഹ് അല്ലാത്തവരോട് ചോദിക്കുകയേ അരുത്, അല്ലാഹുവിനോട് മാത്രം, പടച്ചവരോട് മാത്രം. ഇതൊരു സമർപ്പണമാണ്. റബ്ബിന്റെ മുന്നിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കരാറാണ്. അള്ളാഹിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തിട്ട് ഒരു കരാറിലും കൂടി ഏർപ്പെട്ടിട്ടിട്ട് തൊട്ടടുത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, യേ അല്ലാഹ് എന്റെ ചൊവ്വായ വഴിയിലൂടെ നീ നടത്തേണം, നേരായ പാതയിലൂടെ നീ എന്നെ നയിക്കണമേ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, ഈ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഖുർആൻ മുഴുവനും. ഈ പ്രാർത്ഥന, ഈ ചോദ്യത്തിന്റെ ഹിദായത്തിനെ ചോദിക്കുന്നു, നേർവഴി ചോദിക്കുന്നു. ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഖുർആന്റെ ബാക്കിയുള്ള സൂറത്തുകൾ മുഴുവൻ. എന്താണ്, ഏതാണ് എന്ന് വീണ്ടും തിരഞ്ഞെടുത്ത് റബ്ബിനോട് ചോദിക്കുകയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച് ആദരിച്ചവരുടെ മാർഗമാണത്. ഏത് ഹിദായത്തിന്റെ മാർഗം? നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണത്. അല്ലാഹ് വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്വാലിഹീൻ. 4 കൂട്ടരെ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ. എന്നിട്ട് പറയും വഹസ്ബുന ഉലൈക റഫീഖ. ആയത്തിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞവരാണ് അംബിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ. ഇവര് സഞ്ചരിച്ച്, ഇവര് കടന്നുപോയ മാർഗം, ഹിദായത്തിന്റെ വഴിയിലൂടെ ഇവര് സഞ്ചരിച്ചു പോയിട്ടുണ്ട്. ഇവരുടെ മാർഗത്തിലൂടെ അല്ലാഹുവേ നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തേണമേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. എന്നിട്ട് പറയുന്നുണ്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയരായവരുടെ മാർഗമല്ല, വലദ്ദാല്ലീൻ, വഴി പിഴച്ചവരുടെ മാർഗവും അല്ല. നിന്റെ കോപത്തിന് അർഹരായവർ, അതാരാണ്?
ഐ അൽ യഹൂദ്, യഹൂദികളാണ്. വലദ്ദാല്ലീൻ, വഴിപിഴച്ചവരുടെ മാർഗവുമല്ല. ആരാണ് വഴിപിഴച്ചവർ? വലൻ നസ്വാറ, നസാറാക്കളുടെ മാർഗവുമല്ല. പിഴച്ച കൂട്ടർ, വഴിപിഴച്ച കൂട്ടർ യഹൂദികൾ. അള്ളാഹുവിന്റെ കോപത്തിന് അർഹരായവർ യഹൂദികൾ, പിഴച്ച വിഭാഗം നസാറാക്കൾ. ഇവരുടെ മാർഗമല്ല, നേരെ മറിച്ച് അമ്പിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ അവര് നടന്നുപോയ, അവര് കയറിപ്പോയ ആ വഴിത്താരയിലൂടെ അള്ളാഹുവേ ഇഹ്ദിന, ഞങ്ങളെ കൈപിടിച്ച് നടത്തേണമേ. വഴിപിഴച്ചവരുടെയും മാർഗമല്ല. ആമീൻ. ആമീന്റെ അർത്ഥം പറഞ്ഞാണോ? ആമീന്റെ അർത്ഥം എന്താ? എത്രയോ തവണ ഞാൻ പറഞ്ഞു. ആമീന്റെ അർത്ഥം എന്താ? സ്വീകരിക്കണമേ. വിശുദ്ധ ഖുർആനിൽ രണ്ടിടത്താണ് ആമീൻ പറയാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം. അത് ഉറക്കെ ആമീൻ പറയലും പതുക്കെ ആമീൻ പറയലും ഇമാമിങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഉറക്കെ ഓതുന്ന നമസ്കാരമാണെങ്കിൽ ആമീൻ ഉറക്കെ പറയണം. ഹനഫി മദ്ഹബ് അനുസരിച്ച് ഉറക്കെ ഓതുന്ന നമസ്കാരമാണെങ്കിലും പതുക്കെ ഓതുന്ന നമസ്കാരമാണെങ്കിലും ആമീൻ പതുക്കെ പറയണം. ഏത് മദ്ഹബായാലും ആമീൻ മസ്റ്റാണ്. ഉറക്കെ പതുക്കെ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആമീൻ മസ്റ്റാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷവും. പിന്നെ അടുത്തേതാ? ആമന റസൂൽ. ഓർമ്മയുണ്ട്, ആമന റസൂൽ ഓതിയതിനു ശേഷവും ആമീൻ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് സഹാബാക്കൾ പറയുകയുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ അമൽ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ കുറച്ച് ശ്രേഷ്ഠതയും അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ പദാനുപത അർത്ഥവും അതാണ് നമ്മൾ ഇന്ന് കേട്ടത്. അള്ളാഹു നമ്മുടെ മനസ്സിൽ അത് നിലനിർത്താൻ നിരന്തരം ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ നിരന്തരമായി നമ്മൾ പാരായണം ചെയ്യാൻ, അതിലൂടെ നമ്മളുടെ വരുന്ന വലിയ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിപ്പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ്